തെയ്യപ്പെരുമയുടെ പുതിയ കാഴ്ചയിലേക്ക്, പുതിയ കാഴ്ച അനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പയ്യന്നൂർ നാട്ടിൽ കെട്ടിയാടുന്ന എടനാടിൻ്റെ അല്ലെങ്കിൽ എടാട്ടിൻ്റെ ഗ്രാമദേവത കേളംകുളങ്ങര ഭഗവതി, നാട്ടുകാരുടെ കേളങ്ങരപ്പൂതി. 10ലധികം ചൂട്ടുകൾക്ക് നടുവിൽ ചടുലതാളത്തിൽ നൃത്തമാടുന്ന കേളംകുളങ്ങര പൂതിയുടെ കാഴ്ചകൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. മറ്റ് തെയ്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തവും കാണാൻ കൗതുകവുമുള്ള ഒരു തെയ്യമാണ് കേളംകുളങ്ങര പൂതി അല്ലെങ്കിൽ കേളംകുളങ്ങര ഭഗവതി. കണ്ടു നോക്കാം നമുക്ക്. തെയ്യങ്ങളിൽ ചിലത് ചില പ്രദേശങ്ങളിൽ മാത്രം അറിയപ്പെടുന്ന തെയ്യമായിരിക്കും. ആ ദേശത്തിൻ്റെ പേരും പെരുമയും ആ ദേവിയുടെയോ ദേവൻ്റെയോ പേരിലായിരിക്കും അറിയപ്പെടുക. ആ നാട്ടിൽ ജനിച്ചു വളർന്ന് അവഗണനയിലോ ആക്രമണത്തിലോ കൊല്ലപ്പെടുകയോ ജീവത്യാഗം ചെയ്യുകയോ ചെയ്ത ശേഷം ദൈവക്കരുവായി മാറിയവ. അത്തരമൊരു തെയ്യമാണ് കേളംകുളങ്ങര ഭഗവതി. പയ്യന്നൂരിനടുത്ത എടനാട്ടിലെ കേളംകുളങ്ങര എന്ന ഗ്രാമത്തിലുള്ള ഒരു കുളത്തിൽ ഒരു ദിവസം മരിച്ചു വീണ ഒരു പെൺകുട്ടിയാണ് ദൈവക്കരുവായി മാറിയത്. അതാണ് കേളംകുളങ്ങര ഭഗവതി. കേളംകുളങ്ങര ഭഗവതിയുടെ ആരൂഢമാണ് കേളംകുളങ്ങരക്കാവ്. എടനാടും കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിനും എടാട്ടു ഭാഗങ്ങളിലെ ഏതാനും കാവുകളിലും മാത്രമേ കേളംകുളങ്ങര ഭഗവതിയെ കെട്ടിയാടൂ. ഈ തെയ്യത്തെ ആളുകൾ കൺകുളിർക്കെ കാണുന്നതും അപൂർവമായിരിക്കും. കാരണം പാതിരാത്രിയിൽ എപ്പോഴോ ആണ് തെയ്യമിറങ്ങുന്നത്.
കണ്ടനാർക്കേളൻ തീയിൽ ചാടുമെങ്കിൽ കേളംകുളങ്ങര ഭഗവതിയുടെ തോറ്റം ചൂട്ടുകൾക്ക് അല്ലെങ്കിൽ ചൂട്ടുകറ്റകൾക്ക് നടുവിൽ നൃത്തമാടാനാണ് ഈ തെയ്യത്തിന് ഇഷ്ടം. തലയിലും അരയോടയിലും പന്തങ്ങളിലും തീയുമായി വരുന്ന അല്ലെങ്കിൽ പന്തവുമായി വരുന്ന കേളംകുളങ്ങര ഭഗവതിയുടെ തെയ്യത്തിൻ്റെ പുറപ്പാട് തന്നെ ഏറെ കൗതുകകരമാണ്. രൗദ്രഭാവമുള്ള ഒരു ഭഗവതിയാണ് കേളംകുളങ്ങര ഭഗവതി. തോറ്റമാവട്ടെ ചൂട്ട് കറ്റകളുടെ വെളിച്ചത്തിലാണ് തിരുനടനം. 8 or 10 ചൂട്ടുകൾക്ക് നടുവിൽ ഉറഞ്ഞാടുന്ന തോറ്റം മറ്റു തോറ്റങ്ങളിൽ നിന്നും വ്യത്യാസപ്പെട്ട് കിടക്കും. വെള്ളൂരും ചെറുതാഴത്തും കുഞ്ഞിമംഗലത്തും മെടാട്ടും കണ്ണങ്ങാട്ടും തുടങ്ങി ഒട്ടേറെ കാവുകളിൽ കേളംകുളങ്ങര ഭഗവതിയെ നമുക്ക് കെട്ടിയാടുന്നത് കാണാം. കേളംകുളങ്ങര ഭഗവതിയെ കെട്ടിയാടിക്കുന്ന പ്രധാനപ്പെട്ട കാവാണ് എടാട്ടിലെ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം. കണ്ണമംഗലം കളിയാട്ടത്തിൽ അല്ലെങ്കിൽ കണ്ണങ്ങാട്ട് കളിയാട്ടത്തിൽ ഉറഞ്ഞാടിയ കേളംകുളങ്ങര ഭഗവതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറുതാഴത്തുള്ള ഒരു പ്രമാണി കുടുംബത്തിൽ പിറന്ന ഭിന്നശേഷിക്കാരിയായ ഒരു പെൺകുട്ടി. അവൾ നേരിട്ട അവഗണനയുടെയും കളിയാക്കലിൻ്റെയും കഥയാണ് കേളംകുളങ്ങര പൂതി. തറവാട്ടിലെ 3 പെൺമക്കളിൽ ഇളയവളായിരുന്നു കുഞ്ഞിപ്പെൺ. സ്വത്ത് ഭാഗം വെക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ഒന്നും കൊടുത്തില്ല. സ്വത്ത് നോക്കി നടക്കാൻ വയ്യാത്ത കുഞ്ഞിപ്പെണ്ണിന് കഴിയില്ലല്ലോ. അതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ മൂത്ത 2 പേർ നോക്കിക്കൊള്ളു. കുഞ്ഞിപ്പെണ്ണ് കാരണവർക്ക് മുമ്പിൽ തോറ്റുകൊടുത്തില്ല. എനിക്കും ഭാഗം വേണമെന്ന് കുഞ്ഞിപ്പെണ്ണ്. നടന്നു നോക്കാൻ പറ്റാത്ത നിനക്കെന്തിന് ഭൂമി എന്ന് കാരണവർ. അങ്ങനെയെങ്കിൽ നിനക്ക് നടന്നെത്താൻ കഴിയുന്ന ഭൂമിയെല്ലാം നിനക്ക് തന്നേക്കാം.
വെല്ലുവിളി ഏറ്റെടുത്ത കുഞ്ഞിപ്പെണ്ണ് ശരവേഗത്തിൽ ചെറുതാഴത്തു നിന്നും നടന്ന് കുഞ്ഞിമംഗലം വയലും ഇടനാടൻ കുന്നുകളും കയറി ഇറങ്ങി. അത്ഭുതം കൊണ്ട് കാരണവരും നാട്ടുകാരും നോക്കി നിന്നു. അവൾക്കൊപ്പം നടന്നെത്താനും ഓടിയെത്താനും അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേളംകുളങ്ങര വയലിലെ കുളത്തിൽ കുഞ്ഞിപ്പെണ്ണ് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഏറ്റുകാരനായ കേളനാണത്രേ ആദ്യം കാണുന്നത്. കുഞ്ഞിപ്പെണ്ണിനെ പുറത്തെടുക്കുന്നതും കേളനാണ്. അതുകൊണ്ടാണത്രേ കേളംകുളങ്ങര ഭഗവതിയായി മാറിയത്. ഓരോ പ്രദേശത്തിൻ്റെയും ദേശപ്പെരുമ കാക്കുന്ന ദേവിമാർ ഓരോ ഗ്രാമത്തിലും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നോക്കിയാൽ പയ്യന്നൂർ എടാട്ട് കണ്ണങ്ങാട്ട് ഭഗവതിയുടെ അല്ലെങ്കിൽ ഈ ദേശത്തിൻ്റെ പെരുമ കാക്കുന്ന ദേവിയാണ് കേളംകുളങ്ങര ഭഗവതി. കേളംകുളങ്ങര ഭഗവതിയുടെ ഐതിഹ്യവും ചടുല നൃത്തവും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ആഴ്ച മറ്റൊരു തെയ്യത്തിൻ്റെ വിശേഷവുമായി ഞങ്ങൾ വരും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. മണ്ണും മനുഷ്യനും ദൈവവും ഒന്നായി വാണ പോയകാല സംസ്കാരത്തിന്റെ അകംപൊരുൾ പേറി ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ. മണ്ണിലും മനസ്സിലും വാമൊഴി വഴക്കത്തോടെ തെയ്യത്തെ തോറ്റിയുണർത്തുന്ന കോലക്കാർ. ഉത്തരമലബാറിലെ തിരുമുറ്റങ്ങളിൽ ആടിത്തിമിർക്കുന്ന തെയ്യങ്ങളുടെ ആത്മാവ് തേടിയുള്ള ഒരു തീർത്ഥയാത്ര, തെയ്യപ്പെരുമ. മണ്ണിൽ മനുഷ്യനൊപ്പം ജീവിക്കുന്ന, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന തെയ്യങ്ങൾ ഒരു ദേശത്തിന്റെ ഒരിക്കലും മാറാത്ത സംസ്കാരമാണ്. അടിച്ചമർത്തപ്പെട്ടതിന്റെ ഉയിർത്തെഴുന്നേൽപ്പാണ്. ഒരു പൈതൃക കലയുടെ ആത്മാവിഷ്കാരമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള പകർന്നാട്ടത്തിന്റെ തനിമ ചോരാത്ത കാഴ്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു തെയ്യപ്പെരുമ.